അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പോഷക ഘടകങ്ങളിൽപ്പെട്ട SKSSF മുഖദ്ദസ് എന്ന പേരിൽ വടക്കേ മലബാറിൽ നിന്നും മലപ്പുറത്തേക്കും തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറത്തേക്കും ഒരു ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ ബഹുമാന്യനായ SKSSFൻ്റെ നേതാവ് സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന പ്രഭാഷകൻ ഒരു പ്രസംഗം ചെയ്തത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും മറ്റും വൈറലായിക്കൊണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വേള ഇങ്ങനെയൊരു ചർച്ചയും ഇങ്ങനെയൊരു തക്ബീർ ധ്വനിയും തക്ബീർ വിളിയും തൻ്റെ പ്രസംഗത്തിന് കിട്ടാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്തതാകാം. കാരണം പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെടാതിരുന്ന ആ പ്രാസംഗികന്മാരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരാളാണല്ലോ ഇദ്ദേഹം. എന്നാൽ അന്ന് ക്ഷണിക്കപ്പെടാതിരുന്ന പ്രാസംഗികന്മാരിൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന് അതിനുശേഷം SKSSFൻ്റെയും മറ്റും വേദികളിൽ കാന്തപുരത്തിന് ലഭിക്കുന്നത് പോലെയുള്ള തക്ബീർ ധ്വനികളും ശ്രോതാക്കൾ തക്ബീർ മുഴക്കിക്കൊണ്ട് വരവേൽക്കുന്നതും എല്ലാം കേട്ടപ്പോഴും കണ്ടപ്പോഴും ഞാനും ആ 5 പേര് ഒഴിവാക്കപ്പെട്ടവരിൽ ഒരാളാണല്ലോ. ഞാൻ പ്രസംഗിക്കുന്ന വേദികളിലൊന്നും ഈ തക്ബീർ മുഴക്കി അനുയായികൾ സ്വീകരിക്കുന്നില്ലല്ലോ, എന്നെ എതിരേൽക്കുന്നില്ലല്ലോ എന്ന പ്രയാസത്തിൽ നിന്നും ഉണ്ടായ ഒരു ചിന്താഗതി ആയിരിക്കാം ഒരു പക്ഷേ സത്താർ പന്തല്ലൂരിനെ ഇങ്ങനെയൊരു പരാമർശം നടത്താൻ പ്രേരിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. എന്താ അങ്ങനെ തോന്നാൻ കാരണം? പ്രഭാഷണം നടത്തുന്ന ആളുകൾ, അധികം ആളുകളും കേരളക്കരയിൽ പ്രഭാഷകന്മാരായി ഒത്തിരി ആളുകളുണ്ട്. അവരൊക്കെ പ്രസംഗിക്കുമ്പോൾ അവരുടെ പ്രഭാഷണത്തിൽ മിതത്വം പാലിക്കുന്ന, സദസ്സ് നോക്കി പ്രസംഗിക്കുന്ന, പറയേണ്ടത് പറയുന്ന, പറയേണ്ടാത്തത് പറയാതിരിക്കുക എന്ന രീതി എല്ലാവരും സ്വീകരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സമസ്ത പോലെയുള്ള ഒരു ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന സംഘടനയുടെ പോഷക പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഒക്കെ പ്രസംഗിക്കുമ്പോൾ താൻ പറയുന്നത് എന്താണ് എന്ന ചെറിയ ബോധം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഉണ്ടാകാതെ പ്രസംഗിക്കണമെങ്കിൽ ആ പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ ചില ദുരുദ്ദേശങ്ങൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞു എന്നതാണ്. മനസ്സിൽ എവിടെ ഉദ്ദേശം ഉരുത്തിരിഞ്ഞാലും, നിയത്ത് എവിടെ തെറ്റിയാലും, ആ നിയത്ത് തെറ്റുന്നിടത്തൊക്കെ പാളിച്ച സംഭവിക്കുകയും കുരുത്തക്കേട് വരികയും കുരുത്തക്കേട് സംഭവിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. നിയ്യത്ത് നന്നാകണം എന്ത് കാര്യത്തിനും. മുഖദ്ദസിൻ്റെ സമാപന പ്രഭാഷണം നടത്തുമ്പോഴേ അദ്ദേഹം ഉൾപ്പെടെയുള്ള ഉപജാപക സംഘം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ നമുക്ക് പാണക്കാട്ടുകാരെ ഒന്ന് നോവിക്കണം, മുസ്ലിം ലീഗിനെ ഒന്ന് നോവിക്കണം, മുസ്ലിം ലീഗ് വിരുദ്ധ പ്രഭാഷണം നടത്തണം. അത് SKSSFയിലൂടെ തന്നെ നടത്തിക്കൊണ്ട് SKSSFനെ ഒരു ലീഗ് വിരുദ്ധ സംഘടനയാക്കി മാറ്റണം എന്ന ഉദ്ദേശം മനസ്സിൽ വെച്ചപ്പോൾ തന്നെ
അദ്ദേഹത്തിൻ്റെ പ്രസംഗം പാളി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാളിച്ച പറ്റി. അതങ്ങനെയാണ്. കാരണം ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുന്നത്, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആകെ ഒരേ ഒരു പ്രസ്ഥാനത്തിനോടെ കടപ്പാടുള്ളൂ എന്ന്. ഏത് പ്രസ്ഥാനം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് മാത്രം. അയാൾ പറഞ്ഞത് 100% തെറ്റാണ്. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക പ്രസ്ഥാനമാകുന്ന SKSSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് രൂപം നൽകിയിട്ട് 35 വർഷമായെങ്കിൽ, അത് രൂപം നൽകുമ്പോഴും ഇപ്പോഴും അതിൻ്റെ തലപ്പത്തിരുന്ന് പ്രവർത്തിക്കുന്നവർ പാണക്കാട്ട് കുടുംബക്കാരാണ്. പാണക്കാട്ട് കുടുംബക്കാരെ തലപ്പത്തിരുത്തി കാണിച്ചു കൊടുത്താണ് മലബാറിലും തെക്കൻ കേരളത്തിലുമൊക്കെ ഈ സംഘടന ശക്തിപ്പെടുത്തിയത്. അല്ലാതെ സമസ്ത എന്ന് പറഞ്ഞാലോ സമസ്ഥാന എന്ന് പറഞ്ഞാലോ ദക്ഷിണ എന്ന് പറഞ്ഞാലോ ഒന്നും ആളുകളെ കിട്ടുകയില്ല. ആളുകൾ വരണമെങ്കിൽ പാണക്കാട്ട് കുടുംബം തന്നെ വരണം. പാണക്കാട്ട് കുടുംബത്തിൻ്റെ ആശീർവാദവും വേണം. അത് അറിയാവുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പണ്ഡിതർ അവരുടെ എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും തുടക്കത്തിലും അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തും അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തും ഒക്കെ പാണക്കാട്ട് കുടുംബത്തെയാണ് ഇരുത്താറുള്ളത്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. കേരളത്തിലെ തന്നെ ഒരു നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപരിപഠന വിദ്യാഭ്യാസ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. മുമ്പ് ഇരുന്നിട്ടുള്ളവരും അങ്ങനെയുള്ളവർ തന്നെയാണ്. അപ്പോൾ ആ പ്രസ്ഥാനമൊക്കെ തട്ടിക്കൂട്ടി ഇവിടം വരെ എത്തിച്ചത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലീഗും ലീഗിൻ്റെ ഭരണപരമായ കഴിവും സംഘടിത ശക്തിയും ലക്ഷ്യം മുതൽക്കൂട്ടാക്കി പ്രവർത്തിച്ചതുകൊണ്ട് മുസ്ലിം ലീഗ് നട്ടുവളർത്തിയ ഒരു പ്രസ്ഥാനമാണത്. ആ പ്രസ്ഥാനത്തെ നോക്കിക്കൊണ്ട് മുസ്ലിം ലീഗിനെതിരെ ചൂണ്ടിക്കൊണ്ട് ഞങ്ങൾക്ക് ആരോടും കടപ്പാടില്ല, ആകെ സമസ്തയോടെ ഉള്ളൂ എന്ന് പറഞ്ഞത് തന്നെ മുസ്ലിം ലീഗിനെ നോവിക്കാനും മുസ്ലിം ലീഗിൻ്റെ തങ്ങന്മാരെ നോവിക്കാനും പാണക്കാട്ടുകാരെ നോവിക്കാനും വേണ്ടിയാണ് ആ പ്രസംഗം ചെയ്തതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോഴേ തന്നെ പാണക്കാട്ടുകാരുടെയും മഹാന്മാരുടെയും കുരുത്തക്കേട് പന്തല്ലൂർ എന്ന് പറയുന്ന സത്താറിനെ ബാധിച്ചു എന്ന കാര്യം അതാണ് സംഭവം. അല്ലാതെ വെറുതെ കൈവിട്ടു വന്നതല്ല. എന്ത് തോന്നിവാസമാണ് വിളിച്ചു പറഞ്ഞത്? ഇവിടെ അതിനെ ന്യായീകരിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ പ്രസംഗത്തെ വെള്ള പൂശിയിട്ടും കാര്യമില്ല. അത് തനി തോന്നിവാസമാണ്. വളരെ വളരെ വൃത്തികെട്ട ശൈലിയാണ്. കൈ വെട്ടുക, കാല് വെട്ടുക, കഴുത്ത് വെട്ടുക, ഇതൊന്നും സമസ്തയുടെ പോഷക സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് പറയാൻ പറ്റിയ, അതും പൊതുവേദിയിൽ പറയാൻ പറ്റിയ വർത്തമാനമൊന്നുമല്ല. നിങ്ങളെയൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൈയും വെട്ടും, ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാലും വെട്ടും, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഏത് ഭീകര പ്രവർത്തനവും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുമായിരിക്കാം. പക്ഷേ അത് സമസ്തയുടെ പോഷക സംഘടനയാകുന്ന SKSSFന്റെ തലപ്പത്തിരുന്നു കൊണ്ടും പൊതുവെ തങ്ങന്മാരും പണ്ഡിതന്മാരും ഒക്കെ നേതൃത്വം വഹിക്കുന്ന സമസ്തയിലിരുന്നു കൊണ്ടും അത്തരത്തിലുള്ളൊരു സദസ്സിലിരുന്നു കൊണ്ടും ഇങ്ങനെയുള്ള തോന്നിവാസം വിളിച്ചു പറയുന്നത് തനി വിവരക്കേടല്ല, അഹന്തയാണ്, അഹങ്കാരമാണ്, ഈ ഒരുതരം ധിക്കാരമാണ്. ധിക്കാരം എന്ന് പറയുന്നതാണല്ലോ, ധിക്കാരികളായത് കൊണ്ടാണല്ലോ തങ്ങന്മാർക്ക് പാണക്കാട്ടുകാർക്കെതിരെയും അതുപോലെ തന്നെ നിങ്ങളെ ഊട്ടി വളർത്തി നിങ്ങളെ ഈ ആളാക്കി പരുവത്തിലെത്തിച്ച ഒരു പ്രത്യയശാസ്ത്രത്തെയും ഒരു സംഘടനയെയും തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാകുന്നത് തന്നെ നിങ്ങളുടെ ധിക്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. നിങ്ങളാ ചെയ്തത് വളരെ മോശപ്പെട്ട ഒരു കാര്യമല്ലേ? സമസ്തയെ എന്തെങ്കിലും പറഞ്ഞാൽ, സമസ്ത നേതാക്കന്മാരെ പറഞ്ഞാൽ അവരുടെ കൈവെട്ടാൻ ഇവിടെ അനുയായികളുണ്ടെന്ന് ഏതോ ഒരു കാലത്ത് ആരോ ഒക്കെ ഏതോ വിവരക്കേടിൻ്റെ അടിസ്ഥാനത്തിൽ ഏതോ ഒരു തൊടുപുഴയിലെ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറുടെ കൈവെട്ടി.
ആ കൈവെട്ടിയവര് ആണത്വം കാണിച്ചാ കൈവെട്ടിയെന്ന് പറയുന്നു. പക്ഷെ ആണത്വം കാണിച്ചല്ല, ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ഒരു പറ്റം തീവ്രവാദികളാണ് അവര്. കാരണം അവർ ആണത്തം കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങളാണ് കൈവെട്ടിയതെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണമായിരുന്നു. അല്ലാതെ കൈവെട്ടിയതിന് ശേഷം മുങ്ങി നടന്ന് ഈ രാജ്യത്തുള്ള ഒരുപാട് ചെറുപ്പക്കാരെ പോലീസ് സ്റ്റേഷനിൽ കയറാനും നാടുവിടാനും ഒളിപ്പിക്കാനും ഒരുപാട് ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഭീതി പരത്താനും ഇടവരുത്തുകയല്ല വേണ്ടത്. അവർ ചെയ്തത് ആണത്വത്തിൻ്റെ പേരിലാണെങ്കിൽ, ആ ധൈര്യത്തിൻ്റെ പേരിലാണെങ്കിൽ, ആദർശത്തിൻ്റെ പേരിലാണെങ്കിൽ അവർ കൈവെട്ടിയിട്ട് നേരെ ചെല്ലേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. ഞങ്ങളുടെ പ്രവാചകനെതിരെ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ആ കൈ ഞങ്ങൾ വെട്ടി എന്ന് പറയണമായിരുന്നു. അല്ലാതെ കൈവെട്ടിയതിന് ശേഷം കൈവെട്ടിയവർ മുങ്ങി നടക്കുകയും നിരപരാധികളെ പോലീസ് പിടിക്കാനും ഇടിക്കാനും അടിക്കാനും ഇടവരുത്തി ഈ സമുദായത്തിന് വലിയൊരു ചീത്തപ്പേരുണ്ടാക്കിയിട്ട് അത് സമുദായത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കണമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. തെമ്മാടിത്തരം ചെയ്താൽ അത് തെമ്മാടിത്തരമാണ്. ആ തെമ്മാടിത്തരത്തിന് അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. അതൊന്നും സമുദായത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വെക്കാൻ പറ്റുകയില്ല. അതുപോലെയാണ് ഇപ്പോഴും സത്താർ വന്തല്ലൂർ പറഞ്ഞത്. ഇത് സമുദായത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരാൻ പാടില്ല. നിങ്ങളുടെ ഭീകരവാദ ചിന്ത നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നു. നിങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിനോടുള്ള ദേഷ്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നു. നിങ്ങൾക്ക് പാണക്കാട്ടുകാരോടുള്ള വിരോധം ഉള്ളിൽ കിടക്കുന്നു. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തോടുള്ള നിങ്ങളുടെ വിരോധവും വൈരാഗ്യവും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നു. അത് മറനീക്കി പുറത്തു വന്നു അറിയാതെ. അതാണ് ആ സംഭവം. നിങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ തലപ്പത്താണ്. സമസ്ത ഒരു ബഹുമാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടന ഇത്തരം പ്രസംഗം ചെയ്യുന്നവരുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരല്ല. സമസ്ത ആലിമീങ്ങളുടെ സംഘടനയാണ്. SKSSവും കൊള്ളാവുന്നവരുടെ സംഘടനയാണ്. പോക്കിരികളുടെയും തെമ്മാടികളുടെയും സംഘടനയല്ല. പോക്കിരികളും തെമ്മാടികളുമാണ് കൈവെട്ടുക, കാലുവെട്ടുക, കഴുത്ത് വെട്ടുക എന്നൊക്കെ പറയേണ്ടത്. സാധാരണ മിതത്വം പറയേണ്ട, സംയമനം പറയേണ്ട, ആത്മീയ സംയമനം പാലിക്കണമെന്ന തത്വം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കേരളത്തോട് പറഞ്ഞ ആ സംസ്കാരം, ആ തത്വസംഹിതയിൽ ഉള്ളവർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞു പോയത്. വളരെ മോശപ്പെട്ട വർത്തമാനം. ഇതിവിടെ മുമ്പും പറഞ്ഞിട്ടുണ്ട് പലരും. നിങ്ങളെപ്പോലെയുള്ള ചില വിശ്വാസത്തിൻ്റെ ആളുകൾ. എന്താ വിശ്വാസത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ മണിയാശാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മന്ത്രിയും MLA ഒക്കെ ആയ അയാൾ പറഞ്ഞത് അങ്ങനെയാണ്. ഞങ്ങൾ പലരെയും വെട്ടിയിട്ടുണ്ട്, പലരെയും തട്ടിയിട്ടുണ്ട്, പലരെയും വെട്ടും, പലരെയും തട്ടും, ഇനിയും വെട്ടും, ഇനിയും തട്ടും എന്നൊക്കെ മണിയാശാൻ പ്രസംഗിച്ചു. അത് മണിയാശാൻ്റെ സംസ്കാരമാണ്. ആ മണിയാശാൻ്റെ സംസ്കാരം SKSSF സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് പറ്റിയതല്ല. നിങ്ങളിനി എന്ത് ന്യായകരം പറഞ്ഞാലും എന്ത് ഉരുണ്ട് കളിച്ചാലും നിങ്ങൾ പറഞ്ഞത് ഈ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം നിങ്ങളിരിക്കുന്ന പ്രസ്ഥാനത്തിന് ചേർന്നതല്ല. ഇത് കണ്ണിയത്തിൻ്റെ പ്രസ്ഥാനമാണ്. ഇത് ശംസുലമയുടെ പ്രസ്ഥാനമാണ്. ഇത് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളുടെ പ്രസ്ഥാനമാണ്. ഇത് ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങളുടെ പ്രസ്ഥാനമാണ്. ഇത് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പ്രസ്ഥാനമാണ്. ഇത് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി തങ്ങളുടെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞത് ഈ കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായി പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളൊക്കെ മുടിയുടെ പേരിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മുടി കൊണ്ടുവന്നു. അത് റസൂലുള്ളാഹിയുടെ മുടിയല്ല, ഏതോ ബോംബെയിലെ ബാർബർ ഷാപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളക്കര മുഴുവനും പ്രസംഗിച്ചല്ലോ. കാന്തപുരത്തെ ആക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ചല്ലോ. തെറി പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചല്ലോ. ആ കാന്തപുരം വിഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രാസംഗികൻ സ്റ്റേജിൽ കയറിക്കൊണ്ട് ഞങ്ങളുടെ സമസ്തയുടെ കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സമസ്തയെയോ സമസ്തയുടെ നേതൃത്വത്തെയോ നേതാക്കന്മാരെയോ ആക്ഷേപിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ കൈവിട്ടുമെന്ന് ഏതെങ്കിലും കാന്തപുരം വിഭാഗത്തിൻ്റെ പ്രഭാഷകർ പറഞ്ഞോ? അവരൊക്കെ ആ സമയത്ത് കാന്തപുരം പറഞ്ഞ മാർഗം സ്വീകരിക്കുകയല്ലേ ചെയ്തേ? കാന്തപുരം എന്താ പറഞ്ഞത്? പറയണവർ പറയട്ടെ, കുരയ്ക്കുന്ന പട്ടികൾ കുരയ്ക്കട്ടെ,
ജാഥ മുന്നോട്ട് പോകട്ടെ എന്ന് പണ്ടൊരാൾ പറഞ്ഞതുപോലെ നമുക്ക് ജാഥ മുന്നോട്ട് പോകാം, കുരയ്ക്കുന്നവർ കുരച്ചോട്ടെ എന്നുള്ള നയമല്ലേ കാന്തപുരത്തിൻ്റെ പാർട്ടി സ്വീകരിച്ചത്? നിങ്ങൾ ആത്മസംയമനത്തിൻ്റെ പാർട്ടിയെന്നും പാണക്കാട്ട് തങ്ങന്മാരുടെ ആശീർവാദത്തോടെയും ബാഫക്കറ്റങ്ങളുടെയും കായികമില്ലത്തിൻ്റെയൊക്കെ ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ ആനുകൂല്യവും പറ്റി അവരുടെ പിന്തുണ കൊണ്ട് കേരളം ആകെ വ്യാപിച്ച് വളർന്ന് പന്തലിച്ചിട്ട് ഇന്ന് നിങ്ങൾ പറയുക ഞങ്ങൾക്ക് ആരോടും കൂറില്ല, കടപ്പാടില്ല, ഞങ്ങൾക്ക് ഞങ്ങളോടെ കടപ്പാടുള്ളൂ എന്ന്. അത് സാധാരണ മക്കളൊക്കെ അങ്ങനെ പറയാറുണ്ട്, വാപ്പാനോടൊന്നും കടപ്പാടില്ല എന്ന്. അങ്ങനത്തെ മക്കളാകരുത്. മക്കൾ എത്ര വലുതായാലും വാപ്പയോട് കടപ്പാടുണ്ടെന്ന് പറയണം, ഉമ്മയോട് കടപ്പാടുണ്ടെന്ന് പറയണം, ഗുരുക്കന്മാരോട് കടപ്പാടുണ്ടെന്ന് പറയണം. കടപ്പാടെങ്ങനെ നിങ്ങൾ 4-5 ആൾ മറന്നിട്ട് കാര്യമില്ല. അതിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ആ കടപ്പാട് ഇന്നും ഓർത്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവരൊന്നും സദസ്സ് കണ്ടാൽ പരിസരം മറന്ന് എന്തും വിളിച്ചു പറയുന്നവരല്ല. ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, 1 ലക്ഷമോ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വലിയ സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടന്നു. ആ കടപ്പുറത്ത് ഫലസ്തീന് വേണ്ടി ദുആ ചെയ്യാനായിട്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുന്നേറ്റു. ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന ഏതെങ്കിലും മൊയ്ലിയാരുടെ കയ്യിലേക്കാണ് ആ ദുആയുടെ ചാൻസ് കിട്ടണമെങ്കിൽ അവൻ്റെ അലാക്ക് ആമീൻ പറഞ്ഞവൻ്റെ കൈയൊടിയല്ലാതെ അത് സമ്മേളനം അവിടെ നടക്കൂല. കാരണം ലക്ഷക്കണക്കിന് ആളുകളല്ലേ ആമീൻ പറയുന്നത്. പക്ഷെ പാണക്കാട്ടുകാരൻ എന്താ ചെയ്തെന്നറിയാമോ? 4-5 വർത്തമാനത്തിൽ ഒതുങ്ങി. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ആളെ കണ്ടുകൊണ്ട് ജനാവലി കണ്ടുകൊണ്ട് തുള്ളാൻ പാടില്ല, തുളുമ്പാൻ പാടില്ല. ഇത് നിറകുടമാണ്, നിറകുടം തുളുമ്പാൻ പാടില്ല എന്ന ബോധം ബഹുമാനപ്പെട്ട കൊടപ്പനക്കൽ തറവാട്ടുകാർക്കുണ്ട്. ആ തറവാട്ടുകാർ ഒരിക്കലും നിറകുടം തുളുമ്പാറില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം തന്നെ മുഖദ്ദസ് എന്ന് പറഞ്ഞ സമ്മേളനം സ്വാഗത പ്രസംഗം നടത്തിയല്ലോ റഷീദ് അലി ശിഹാബ് തങ്ങൾ. എത്ര അന്തസ്സുള്ള പ്രസംഗം, എത്ര ഘടനയൊത്ത പ്രസംഗം. ഒരു വാക്കിനൊരു വാക്ക് പഞ്ഞമില്ലാതെ, ഒരു വാക്ക് മാറ്റാനില്ലാതെ, ചേർക്കാനില്ലാതെ വളരെ ക്ലിയറായ ഒരു പ്രഭാഷണം സ്വാഗത പ്രസംഗം നടത്തിയത് കണ്ടില്ലേ? അതൊക്കെയാ തങ്ങന്മാർ, അതൊക്കെയാ പ്രസംഗം നടത്തുന്നവർ, അവരൊക്കെയാ നേതാക്കന്മാർ. അല്ലാതെ എന്തും വിളിച്ചു പറയുന്ന ധിക്കാരികളായ ആളുകളെ ബഹുമാനപ്പെട്ട സമസ്തയോ സമസ്തയുടെ കീഴ്ഘടകങ്ങളോ നേതൃസ്ഥാനത്ത് വെച്ച് പുലർത്തരുത്. അത് നാടിന് നാശമാണ്, സമുദായത്തിന് നാശമാണ്, എല്ലാ പ്രത്യയശാസ്ത്രത്തിനും നാശമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കൈവെട്ടുക വളരെ മോശം. അള്ളാഹു കാക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.